സ്ത്രീ വിഷയത്തിൽ എങ്ങനെ? ഏത് പെൺകുട്ടിക്കും എന്നെ കണ്ട ഒരു മോഹം തോന്നും. ഇപ്പൊ കറന്റ്ലി അപ്പൊ എന്താണ് അവസ്ഥ? നിങ്ങളെ ഇഷ്ടമാണ്. തന്റെ ദാരിദ്ര്യം ഇതിലായിട്ട് തീർന്നില്ലയോ? എനിക്ക് നിങ്ങളുടെ ഈ വർത്താനം കേട്ടിട്ട് നോ പോലെ എനിക്ക് തോന്നുന്നു. ദൈവമേ, ഇയാളെ എങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലാക്കും. എനിക്ക് ചേട്ടനോട് ഒരു താല്പര്യവും ഇല്ല. എനിക്ക് ചേട്ടനോട് ഒരു ഇഷ്ടവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. ചക്കിലെടുത്ത് ഇവയുടെ വർത്താനം പറയരുത്. ഒരു വിവാഹത്തിലേക്കൊന്നും പോവാനും എനിക്ക് താല്പര്യമില്ല. ആ പ്രതീക്ഷയും പോയി. ഇന്ററാക്ട് ചെയ്യാൻ ഞാൻ തരുമോ? ആ നമ്പറൊക്കെ കയ്യിരിക്കട്ടെ. ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമില്ല. ഇത് വലിയ ശല്യമായല്ലോ. കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേട്ടനോട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നില്ല. ആ ബലാൽ എനിക്കൊരു പൊല്ലാപ്പാവുമല്ലോ. നിങ്ങൾ എന്നെ കല്യാണം കഴിഞ്ഞ ഫ്രണ്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണാമോ? വൃത്തികേട് പറയാത്ര വൃത്തികെട്ടവനെ ഫ്രണ്ട് എന്ന് പറയുന്ന വൃത്തികേടാണ്. അതെ, ബ്രദറായിട്ട് പോലും കാണാമല്ലോ വേണമെങ്കിൽ. എനിക്ക് ഓൾറെഡി ഒരു ബ്രദർ ഉണ്ട്. എന്താ ആ പ്രതീക്ഷയും തകർന്നു. രക്തബന്ധം എന്ന ബന്ധം ഈ മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഹാവ് എ സിബ്ലിംഗ്. ഒരു ഫോൺ കോണ്ടാക്ട്? നോ. എന്നാ ഫോൺ നമ്പർ കൊടുത്തിട്ട് പോണ്ടേ? നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. അപ്പൊ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഓക്കെ. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന രീതി മാർഗം അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. നോ പ്രോബ്ലം. ഞാൻ എന്താണെന്ന് അറിയാതെ എന്നെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കാതെ ഒറ്റയടിക്ക് ഫേസ്ബുക്കിൽ കൊണ്ടൊരു പോസ്റ്റ് ഇട്ടേക്കുന്നു. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. കുരുത്തങ്കട്ടവൻ എനിക്കിട്ട് പണിയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്റെ പേര് അവിടെ വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുമ്പോൾ അവിടെ ഞാൻ കൂടെ ഇൻവോൾവ് ആവുമല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ആലോചിക്കണ്ടേ ചെയ്യുന്ന സമയത്ത്. പെൺകുട്ടികളാവുമ്പോ ഇവ കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല. നമ്മളത് അറിഞ്ഞു പ്രവർത്തിക്കണം. എന്നാ നമുക്കത് നേരിട്ട് ചോദിക്കാം. മുഖംപൂത്തി ഞാനൊരു അതെന്തൊരു മനുഷ്യനാ ടീച്ചറെ. ഇങ്ങനെയുണ്ട് ആണുങ്ങള്. ഇങ്ങനെയും ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെയും ഉണ്ട്. എനിക്ക് നിങ്ങളുടെ വ്യക്തിത്വം ഇഷ്ടപ്പെട്ടു, പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പൊ നിത്യമേനോനെ വിട്ടോ? അമ്മു ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. അപ്പം ആളോ? അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? സന്തോഷ് വർക്കി പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയാണ് ആ പോകുന്നതെന്ന് ഇനി എന്നെ കാണുമ്പോൾ ആളുകൾ സംസാരിക്കും. എന്റെ വ്യക്തിത്വത്തിൽ തുടരരുത്, അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. അപ്പൊ എന്റെ ഐഡന്റിറ്റിയിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയത് ശരിയാണെന്നാണ് ചേട്ടന്റെ അഭിപ്രായം? പ്രേമിക്കുന്ന പെൺപിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. അത് അത്രയ്ക്ക് മോശമായ കാര്യമാണോ? അത്രയ്ക്ക് മോശമായ ഒരു ഐഡന്റിറ്റി ആണോ? എനിക്കത് എന്റെ ലൈഫിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ. ഇഷ്ടപ്പെടുന്നത് മോശമല്ല, പക്ഷെ അത് ഞാൻ അറിയുന്നതിന് മുമ്പേ പബ്ലിക്കലി ഇങ്ങനെ റിവീൽ ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്റെ ഐഡന്റിറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ? ഈശ്വര പരീക്ഷിക്കല്ലേ, അത് ഒരു പരിധി വരെ ശരിയാ. നിന്റെ വഴി അല്പം വളഞ്ഞുപോയി, നീ കാണിച്ച വിവരക്കേടാ. എന്നിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് കണ്ടത് ഇഷ്ടപ്പെടാൻ മാത്രം? യു ആർ സ്മാർട്ട്, ഇന്റലിജന്റ്, പിന്നെ ബ്യൂട്ടിഫുൾ, പിന്നെന്താണ് ബോൾഡ് ആണ്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഓക്കെ, ഞാൻ ഫേക്ക് ആണെങ്കിലോ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ഈ ഇരിക്കുന്നത് ഫേക്ക് ആണെങ്കിലോ? ഒരു കാര്യം പറയാം, ഇപ്പൊ അമിത് ചാക്കൽ ആക്ടർ എനിക്ക് നേരിട്ട് അറിയാം. പുള്ളി എന്നെ കണ്ടപ്പോ പറഞ്ഞു ഇവൻ ആള് ബ്രില്യന്റ് ആണ്, ഭയങ്കര തലയാണെന്ന് പറഞ്ഞു. അയാള് പാടിയിട്ടുള്ള എല്ലാം ശരിയാ, വരാനുള്ളത് വഴി തങ്ങില്ല, വിട്ടികളെന്ന് മാരണം തന്നെ. പക്ഷെ മീഡിയക്കാർ പറഞ്ഞത് ഇവൻ, അമിത് ചാക്കൽ പറഞ്ഞു പറയാത്ത കാര്യം പറഞ്ഞു, ഇവൻ പണ്ടേ കോഴിയാണ്. മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവം. പിന്നെ ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുക ഒന്നും അല്ല ചെയ്തത്, ഒരു ഓപ്പൺ ഡിസ്കഷൻ ആണ്. എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്യാൻ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരാളോട് മാത്രം എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റും. ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം, അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ്. പല്ല് പറിച്ചു വിട്ട മൂർക്കമ്പാമ്പിനെയാ നിങ്ങൾ നോവിച്ചു വിട്ടേക്കണേ. രണ്ടെണ്ണ അകത്തി എന്ന അയാള് പത്തി വിടർത്തും കൊത്തും. ഇങ്ങനെയാണ് ഒരാളെ വിളിച്ചു വരുത്തി അപമാനിക്കുക. ശരിയാ, നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടു. ഈ കുറെ എക്സ്റ്റേണൽ സൗന്ദര്യം മാത്രം ഉണ്ടായി പോരാ, നല്ലൊരു മനസ്സ് വേണം, ഇന്നർ ബ്യൂട്ടി വേണം. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. പോയി കിടന്നു തുടങ്ങണം.